ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും രമ്യാസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. നമ്മുടെ കേരളത്തിൽ സദ്യയുടെ ഒപ്പം വിളമ്പുന്ന ഒരു വിഭവമാണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് പൈനാപ്പിളാണ്. ഞാൻ ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്ത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള പൈനാപ്പിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല കട്ടത്തൈരാണ്. കട്ടത്തൈര് പുളി അനുസരിച്ചിട്ടാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൈനാപ്പിൾ പച്ചടിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടുന്ന സാധനങ്ങളാണ് പറയുന്നത്. കുറച്ച് തേങ്ങ വേണം, അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാൻ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്. ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള അരപ്പാണിത്. തരിതരിയായിട്ട് അരക്കരുത്, നല്ല നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി അടുത്തതിലേക്ക് വേണ്ടത് ഷുഗറാണ്. ഷുഗർ ആവശ്യത്തിന് ചേർത്താൽ മതി, ഓരോരുത്തർക്കും മധുരം ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർക്കുക. ഇനി മഞ്ഞൾപ്പൊടി വേണം 1 ടീസ്പൂൺ. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി വേണം. പിന്നെ പച്ചടി വറവിടാൻ ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും കടുകും വേണം. അതുപോലെ തന്നെ കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം വറവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ പൈനാപ്പിൾ കുക്കറിലിട്ട് 4 വിസിൽ വരുന്നത് വരെ നന്നായി വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിളിന് അത്യാവശ്യം വേവുള്ളത് കൊണ്ടാണ് ആദ്യം ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുള്ളത്. ഇനി മുളക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര മാത്രം ചേർക്കുക. പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം ഇഷ്ടമുള്ളവർ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, കുറച്ച് മതി എന്നുള്ളവർ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പൈനാപ്പിളിൽ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ട് തന്നെ വെക്കാം. ഇനി ഇതിലേക്ക് പുളിക്കനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക. പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തൈര് ചേർത്ത് കൊടുക്കുക, കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങയും അതുപോലെ തന്നെ തൈരും പൈനാപ്പിൾ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതേ കേരള സദ്യയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഇതിൽ കടുകും ഉണക്കമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് വറവിട്ടിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പച്ചടി വറവിടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിലിൽ വറവിടുന്നതിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയിൽ വറവിടുന്നതാണ്. ഇനി എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഉണക്കമുളക് ഇട്ടിട്ട് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ കടുകും ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ പച്ചടി മാമ്പഴ പുളിശ്ശേരിയുടെ പോലെ തന്നെ വളരെ സ്വാദുള്ള ഒരു പച്ചടിയാണ്. നിങ്ങൾ സ്പെഷ്യൽ ദിവസങ്ങളിലോ അല്ലാതെയോ ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.